ഷീസ് ഫേവറേറ്റ് വേൾഡിന്റെ വാചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദ പുസ്തക വായന 844 ദിവസം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. പ്രഭുവോ അവൻ പ്രഭുവായിരിക്കയാൽ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം. അവൻ ആ ഗോപുരത്തിന്റെ പൂമുഖത്തുകൂടി അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്തു പോവുകയും വേണം. പിന്നെ അവൻ എന്നെ വടക്കേ ഗോപുരം വഴിയായി ആലയത്തിന്റെ മുൻപിൽ കൊണ്ടുചെന്നു. ഞാൻ നോക്കി, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ടു, കവിണ്ണു വീണു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, യഹോവയുടെ ആലയത്തിന്റെ സകല വ്യവസ്ഥകളെയും നിയമങ്ങളെയും കുറിച്ച് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ നല്ലവണ്ണം ശ്രദ്ധ വെച്ച് കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേൾക്കാം. ആലയത്തിലേക്കുള്ള പ്രവേശനത്തെയും വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള പുറപ്പാടുകളെയും നീ നല്ലവണ്ണം കുറിക്കൊള്ളുക. ഇസ്രായേൽ ഗൃഹക്കാരായ മത്സരികളോട് നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ സകല മ്ലേച്ഛതകളും മതിയാക്കുവിൻ. നിങ്ങൾ എന്റെ ആഹാരമായ മേധസ്സും രക്തവും അർപ്പിക്കുമ്പോൾ എന്റെ ആലയത്തെ അശുദ്ധമാക്കേണ്ടതിന് നിങ്ങൾ ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മികളായ അന്യജാതിക്കാരെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരിപ്പാൻ കൊണ്ടുവന്നതിനാൽ നിങ്ങളുടെ സകല മ്ലേച്ഛതകൾക്കും പുറമെ നിങ്ങൾ എന്റെ നിയമവും ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ വിശുദ്ധ വസ്തുക്കളുടെ കാര്യം വിചാരിക്കാതെ അവരെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ കാര്യവിചാരണക്ക് ആക്കിയിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള യാതൊരു അന്യജാതിക്കാരനും ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മിയായ യാതൊരു അന്യജാതിക്കാരനും തന്നെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കരുത്. ഇസ്രായേൽ തെറ്റിപ്പോയ കാലത്ത് എന്നെ വിട്ടകന്നു പോയവരും എന്നെ വിട്ടു തെറ്റി വിഗ്രഹങ്ങളോട് ചേർന്നവരുമായ ലേവ്യർ തന്നെ തങ്ങളുടെ അകൃത്യം വഹിക്കണം. അവർ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആലയത്തിന്റെ പടിവാതിൽക്കൽ എല്ലാം ശുശ്രൂഷകന്മാരായി കാവൽ നിന്ന് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണം. അവർ ജനത്തിനു വേണ്ടി ഹോമയാഗവും ഹനനയാഗവും അറുത്ത് അവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ മുൻപിൽ നിൽക്കണം. അവർ അവരുടെ വിഗ്രഹങ്ങളുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്തു. ഇസ്രായേൽ ഗൃഹത്തിന് അകൃത്യ ഹേതുവായി തീർന്നതുകൊണ്ട് ഞാൻ അവർക്ക് വിരോധമായി കൈ ഉയർത്തി സത്യം ചെയ്തിരിക്കുന്നു. അവർ തങ്ങളുടെ അകൃത്യം വഹിക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനും അതിവിശുദ്ധങ്ങളായ എന്റെ സകല വിശുദ്ധ വസ്തുക്കളെയും തൊടുവാനും എന്നോട് അടുത്തു വരാതെ തങ്ങളുടെ ലജ്ജയും തങ്ങൾ ചെയ്ത മ്ലേച്ഛതകളും വഹിക്കണം. എന്നാൽ ആലയത്തിന്റെ എല്ലാ വേലയ്ക്കും അതിൽ ചെയ്യുവാനുള്ള എല്ലാറ്റിനും ഞാൻ അവരെ അതിൽ കാര്യവിചാരകന്മാരാക്കി വയ്ക്കും. ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് തെറ്റിപ്പോയ കാലത്ത് എന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യവിചാരണ നടത്തിയിരുന്ന സാദോക്കിന്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്ത് വരികയും മേധസ്സും രക്തവും എനിക്ക് അർപ്പിക്കേണ്ടതിന് എന്റെ മുൻപാകെ നിൽക്കുകയും വേണം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവരെന്റെ വിശുദ്ധ മന്ദിരത്തിൽ കടന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്റെ മേശയുടെ അടുക്കൽ വരികയും എന്റെ കാര്യവിചാരണ നടത്തുകയും വേണം. എന്നാൽ അകത്തെ പ്രാകാരത്തിന്റെ വാതിലുകൾക്കകത്ത് കടക്കുമ്പോൾ അവർ ശണവസ്ത്രം ധരിക്കണം. അകത്തെ പ്രാകാരത്തിന്റെ വാതിൽക്കലും ആലയത്തിനകത്തും ശുശ്രൂഷ ചെയ്യുമ്പോൾ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കരുത്. അവരുടെ തലയിൽ ക്ഷണം കൊണ്ടുള്ള തലപ്പാവും അരയിൽ ക്ഷണം കൊണ്ടുള്ള കാൽക്കുപ്പായവും ഉണ്ടായിരിക്കണം. വിയർപ്പുണ്ടാകുന്ന യാതൊന്നും അവർ ധരിക്കരുത്. അവർ പുറത്തെ പ്രാകാരത്തിൽ ജനത്തിന്റെ അടുക്കിലേക്ക് തന്നെ ചെല്ലുമ്പോൾ തങ്ങളുടെ വസ്ത്രത്താൽ ജനത്തെ വിശുദ്ധീകരിക്കാതിരിക്കേണ്ടതിന് തങ്ങൾ ശുശ്രൂഷ ചെയ്ത സമയം ധരിച്ചിരുന്ന വസ്ത്രം നീക്കി വിശുദ്ധ മണ്ഡപങ്ങളിൽ വെച്ചിട്ട് വേറെ വസ്ത്രം ധരിക്കണം. അവർ തല ക്ഷൗരം ചെയ്യുകയോ തലമുടി നീട്ടുകയോ ചെയ്യാതെ കത്രിക്ക മാത്രമേ ചെയ്യാവൂ. യാതൊരു പുരോഹിതനും വീഞ്ഞു കുടിച്ച് അകത്തെ പ്രാകാരത്തിൽ കടക്കരുത്. വിധവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ ഭാര്യയായി എടുക്കാതെ അവർ ഇസ്രായേൽ ഗൃഹത്തിലെ സന്തതിയിലുള്ള കന്യകമാരെയോ ഒരു പുരോഹിതന്റെ ഭാര്യയായിരുന്ന വിധവയെയോ വിവാഹം കഴിക്കണം. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച്
മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. വ്യവഹാരത്തിൽ അവർ ന്യായം വിധിപ്പാൻ നിൽക്കണം. എൻ്റെ വിധികളെ അനുസരിച്ച് അവർ ന്യായം വിധിക്കണം. അവർ ഉത്സവങ്ങളിലൊക്കെയും എൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ആചരിക്കുകയും എൻ്റെ ശബ്ബത്തുകളെ വിശദീകരിക്കുകയും വേണം. അവർ മരിച്ച ആളുടെ അടുക്കൽ ചെന്ന് അശുദ്ധരാകരുത്. എങ്കിലും അപ്പൻ, അമ്മ, മകൻ, മകൾ, സഹോദരൻ, ഭർത്താവില്ലാത്ത സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം. അവന്റെ ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം 7 ദിവസം എണ്ണേണം. വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ അകത്തെ പ്രാകാരത്തിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്ന ദിവസത്തിൽ അവൻ പാപയാഗം അർപ്പിക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവരുടെ അവകാശമോ ഞാൻ തന്നെ അവരുടെ അവകാശം. നിങ്ങൾ അവർക്ക് ഇസ്രായേലിൽ സ്വത്ത് ഒന്നും കൊടുക്കരുത്. ഞാൻ തന്നെ അവരുടെ സ്വത്താകുന്നു. അവർ ഭോജനയാഗം, പാപയാഗം, അകൃത്യാഗം എന്നിവ കൊണ്ട് ഉപജീവനം കഴിക്കണം. ഇസ്രായേൽ നിവേദിതമായതൊക്കെയും അവർക്കുള്ളതായിരിക്കണം. സകലവിധാതി ഫലങ്ങളിലും ഉത്തരമായതും വഴിപാടായി വരുന്ന എല്ലാ വക വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. നിന്റെ വീടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന് നിങ്ങളുടെ തരിമാവിന്റെ ആദ്യഭാഗവും പുരോഹിതന് കൊടുക്കണം. താനേ ചത്തതും പറിച്ചു കീറിപ്പോയതുമായ പക്ഷിയെയോ മൃഗത്തെയോ ഒന്നിനെയും പുരോഹിതൻ തിന്നരുത്.